ദി കേരള സ്റ്റോറി എന്ന ഒരു സിനിമ വന്നപ്പോൾ ഇവിടെയുള്ള സംഘപരിവാറാണ് ആ ഒരു സിനിമ ഇവിടെ ഓടിക്കണം, അത് ഇവിടെ ശരിക്കും നടക്കുന്നതാണ്, 30,000 പെൺകുട്ടികളെ ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തന്നെയാണ് കേരളത്തിന്റെ സ്വന്തം പല്ലിയുടെ കുത്തി നടക്കുന്ന രീതിയിൽ അവരാണ് കൊണ്ടുവന്നത്. അതേ ആളുകൾ പറയുകയാണ് ഇവിടെ എന്തില്ല, ജാതീയ ചിന്താഗതിയുള്ള ആളുകൾ, ഇത്തരത്തിൽ വേർതിരിവുള്ള ആളുകളില്ല എന്ന് അവർ പറയുന്നു. നമ്മൾ വിശ്വസിക്കും ദി കേരള സ്റ്റോറി എന്ന സിനിമ അത് ഇവിടെ നിരന്തരം എന്നും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം? കാരണം ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ, അത് നിങ്ങൾ വിശ്വസിക്കണം. ഇത് കേരള സ്റ്റോറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളത് കേരളം മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ചുള്ള ഒരു കാര്യമാണ് ജാതീയ മത രാഷ്ട്രീയ വർഗ വർണ്ണ വിവേചനമുള്ള സംഘപരിവാറിന്റെ ഇവിടെ. സംഘപരിവാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മമ്മൂട്ടി ഒരു തീവ്രവാദി തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ തീവ്രമായി പരിശീലിച്ചുകൊണ്ട് അത് തീവ്ര മനോഭാവത്തോട് കൂടിയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തറച്ചു കയറുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു തീവ്രവാദി തന്നെയാണ്. ആ മാധ്യമത്തെയാണ് നിങ്ങൾ ഭയക്കുന്നത് എങ്കിൽ നിങ്ങൾ ഭയന്ന് നിക്കറിൽ മൂത്രം ഒഴിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.